റിജക്റ്റ് ചെയ്തല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞില്ല ചേച്ചി, ഇതൊന്നും ഇവിടെ നടക്കില്ല. അറിയടാ, പക്ഷേ ഗീവപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടം കൂടെ ശ്രമിച്ചു നോക്കിയതാ. സോറി ചേച്ചി. നീ എന്തിനാ സോറി പറയുന്നത്? നീ ഇട്ട എഫേർട്ടൊക്കെ എനിക്കറിയാം. എന്തായാലും ഇനി എന്നോട് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. സമാധാനം. ഇവിടുണ്ട് അല്ല, ഞാൻ സംസാരിക്കണം. ഓക്കെ ശരി. താൻ വീണ്ടും റിസൈൻ ഇട്ടല്ലേ? എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. താൻ ഈ ചെയ്തതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തേക്കും, അതൊക്കെ ഓർത്ത് ഞാനും. ആൻസർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെറുതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. തനിക്ക് വേണ്ടി എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ വയ്യ. വേണ്ട സാർ, എനിക്ക് വേണ്ടി ആരും കാല് പിടിക്കണ്ട. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടുകയും വേണ്ട. എൻ്റെ തീരുമാനം ഫൈനലാണ്. ഐ ക്വിറ്റ്. പിന്നെ ഇതെൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. സാറിന് ഇതിലാണ്ട് വേറെ പറയണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. പാർവതി, come on. തനിക്കിത് എന്തിന്റെ ഫ്രസ്ട്രേഷനാ? Tell me, what's the problem? എൻ്റെ പ്രോബ്ലം അത് TRP റേറ്റിംഗ് മാത്രം തരുന്ന ഒരു ന്യൂസ് ചാനൽ ഇട്ടോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു അന്ന് ഒരുമിച്ച് ജേർണലിസം പഠിക്കുന്ന കാലത്ത്. അന്ന് പ്രസംഗിച്ച എന്തെങ്കിലും അടിപൊളിച്ച് ബാക്കിയിട്ട് നിനക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രോബ്ലം എന്താണെന്ന്. അപ്പം നിനക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ, ഞാൻ വീണ്ടും പറയുകയാണ്, മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു ജനോസൈഡ് നടക്കാൻ അധികം താമസം ഉണ്ടാവില്ല. മനുഷ്യർക്കിടയിൽ അവർ വിഷവിത്തുകൾ പാകി. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന സാഹിബിന്റെ പഴയ കുതന്ത്രം തന്നെയാണ് അവരുടെ ആയുധം. അവർ വിദ്യാഭ്യാസം തടഞ്ഞു, ഇഷ്ടപ്പെട്ട ഭക്ഷണം തടഞ്ഞു, നാളെ നിങ്ങളുടെ വോട്ടവകാശം അവർ തടയും. സോറി. പ്ലീസ് പറയല്ലേ, കേട്ട് കേട്ട് ഞാൻ മടുത്തു. ശരി, പറയുന്നില്ല. പക്ഷെ ഞാൻ മുമ്പ് ചോദിച്ചത് നീ മറുപടി വരണം. എന്താ നിന്റെ പ്രശ്നം? നിനക്കത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിലേ അത് വേറൊന്നും കൊണ്ടല്ല. നീ ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് അല്ല, വെറും കൂലിക്ക് എഴുത്തുകാരനാണ്. ജനങ്ങൾക്ക് സത്യം എത്തിക്കാനല്ല ചീപ്പ് പബ്ലിസിറ്റി കൊണ്ട് കാശുണ്ടാക്കാൻ എന്ത് ശ്രമം? ശരി, സമ്മതിച്ചു. അതിലെന്താ തെറ്റ്? നിന്റെ അതേ മനോഭാവത്തോടെ ഞാനിവിടെ ജോയിൻ ചെയ്ത്. എന്നിട്ട് എന്തായി? ഒരു കാര്യമില്ല. ഈ സത്യത്തിന് ഇവിടെ ഒരു വിലയില്ല. കാശുള്ളവൻ ഇവിടെ ജീവിക്കും, PR ഉള്ളവൻ ഇവിടെ ഭരിക്കും, പൊതുജനം മരിക്കും ഗതി കിട്ടാതെ. എടി, പേനയും ക്യാമറയും കൊണ്ട് ഇറങ്ങിയാലൊന്നും നാട് നന്നാവില്ല. ബ്ലഡി വേസ്റ്റ് ഓഫ് ടൈം. നീ കോർപ്പറേറ്റ് ചെറിയ ഒരുപാട് മുങ്ങിപ്പോയി പൈസു. ഇതൊന്നും എനിക്കൊരു രക്ഷയില്ല. നീ ഇന്ന് പൊട്ടൻഷ്യൽ ഫയലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ന്യൂസില്ലേ, ഒരു കുടുംബത്തിൽ പ്രതീക്ഷയുണ്ട്, കണ്ണീരുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ. എടി, ഇത് കോർപ്പറേറ്റ് ആണ്, ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ ശ്രമിച്ചു, ബട്ട് എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഇല്ലേ. ശരിയെല്ലാം പോട്ടെ, നമ്മൾ ഒരുമിച്ച് ജോലി തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ്. നമുക്ക് ഈ തിരക്കും നമുക്ക് എഴുത്തും നമുക്ക് എല്ലാം മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ പഴയ പോലെ നമ്മൾ ഒറ്റയ്ക്കായിട്ടൊരു സ്പേസ്. എങ്ങനെ സാധിക്കുന്നുണ്ടോ തനിക്ക്? എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞതേ ജോലി സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ കാര്യത്തിൽ കൂടിയാണ്. തനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഐഡിയോളജി മാറ്റി വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അത് മാറ്റാൻ എനിക്ക് ഒരു ലൈഫും വേണ്ട. എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. നമ്മളൊരുമിച്ചൊരു ജോലി സ്ഥലത്ത് പോലും പറ്റുന്നില്ല. പിന്നെയല്ലേ ഒരു ലൈഫ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.